ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് ചെസ്സയുടെ എക്കണോമിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വേറെ ഇനി ഒരു അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ടോപ്പിക്കിലേക്കാണ്. നാഷണൽ ഇൻകം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നാഷണൽ ഇൻകം ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. വലിയൊരു ചാപ്റ്റർ ആണ്. വലിയൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്, കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പൊ ദേശീയ വരുമാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ആ ബേസിക് ഫാക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ, അതേപോലെ ഉപഭോഗ വസ്തുക്കൾ എന്താണ്, മൂലധന വസ്തുക്കൾ എന്താണ്, ഇൻവെന്ററി എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ദേശീയ വരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ദേശീയ വരുമാനം എന്താണ്, നാഷണൽ ഇൻകം എന്താണെന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്നെങ്കിലും ഒന്ന് നോക്കിയേക്കാം. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കുവാനും ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വിലയിരുത്തുവാനും എന്ത് സഹായിക്കുന്നുണ്ട്, ദേശീയ വരുമാനം സഹായിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഉൽപ്പന്നങ്ങൾ എന്താണ്, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വിപണിയിൽ വില ലഭിക്കുന്ന സാധനങ്ങളെ നമുക്ക് എന്ത് പറയാം, സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ഗുഡ്സ് എന്ന് വിളിക്കാം, അല്ലെ? വിപണിയിൽ വില ലഭിക്കുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് എന്ത് വിളിക്കാം, ഉൽപ്പന്നങ്ങൾ, സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അന്തിമ ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങളെയാണ് പ്രധാനമായിട്ടും അന്തിമ ഉൽപ്പന്നങ്ങളെന്നും മധ്യമ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്, രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അന്തിമ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് വസ്ത്രങ്ങൾ, അതൊരു പൂർണ്ണ രൂപത്തിലാക്കിയിട്ടായിരിക്കും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുക, അല്ലെ? അതുപോലെ തന്നെ ചെരുപ്പ്, ബാഗ്, TV, കാറ്, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം എന്താണ്, അന്തിമ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ്, ഫൈനൽ ഗുഡ്സിന് ഉദാഹരണമാണ്. മധ്യമ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റു സാധനങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ അല്ലെങ്കിൽ നിവേശങ്ങളെ, ഇൻപുട്ടുകളെയാണ് എന്ത് വിളിക്കുന്നത്, മധ്യമ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ രണ്ടു പേരുണ്ട്, അന്തരാള ഉൽപ്പന്നങ്ങൾ എന്നും പറയും, അല്ലെങ്കിൽ ഇടനില എന്നും പറയും. ഇടനില ഉൽപ്പന്നങ്ങൾ, അന്തരാള ഉൽപ്പന്നങ്ങൾ, മധ്യമ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം എന്താണ്, ഒന്നാണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം നമുക്ക് പറയാം, ഗോതമ്പ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പ് ഒരു അന്തരാള ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഒരു ഇടനില ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഒരു മധ്യമ ഉൽപ്പന്നം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അതുപോലെ നൂല്, വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ നൂല്, സിമന്റ്, തുകല്, പ്ലാസ്റ്റിക്, സ്റ്റീൽ, ഇതെല്ലാം എന്തൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, മധ്യമ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ ഉൽപ്പന്നങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, അന്തിമ ഉൽപ്പന്നങ്ങളെന്നും മധ്യമ ഉൽപ്പന്നങ്ങളെന്നും. അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൽ ഗുഡ്സ്, അല്ലെ? വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗ്, അന്തിമ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അന്തിമ ഉൽപ്പന്നം. മധ്യമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മറ്റു സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഗോതമ്പ്, നൂല്, സിമന്റ്, ഇതൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, എന്താണ് ഉൽപ്പന്നമെന്നും അന്തിമ ഉൽപ്പന്നം, മധ്യമ ഉൽപ്പന്നം മനസ്സിലായി. ഇനി നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദേശീയ വരുമാനം പഠിക്കുന്ന സമയത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എപ്പോഴും അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രമേ പരിഗണിക്കത്തുള്ളൂ. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്താണ്, ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. എവിടെ, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തിമ ഉൽപ്പന്നങ്ങളെ ഉപഭോഗ വസ്തുക്കളെന്നും മൂലധന വസ്തുക്കളെന്നും നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. ഫൈനൽ ഗുഡ്സിനെ എന്തൊക്കെയായിട്ടാണ്, ഉപഭോഗ വസ്തുക്കളെന്നും മൂലധന വസ്തുക്കളെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് നോക്കാം. ഉപഭോക്താക്കൾ നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നു. ഉപഭോക്താക്കൾ, അതായത് നമ്മളൊക്കെ ഉപഭോക്താക്കളാണല്ലോ, അപ്പൊ നമ്മളൊക്കെ നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ എന്ത് പറയാം, ഉപഭോഗ വസ്തുക്കൾ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. സേവനവും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. സാധനവും സേവനവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണം നമുക്ക് ഉപഭോഗ വസ്തുക്കൾ ഉദാഹരണം എന്തെല്ലാം പറയാം, ഭക്ഷണ സാധനങ്ങൾ പറയാം, വസ്ത്രങ്ങൾ പറയാം, വൈദ്യ സേവനം നമ്മൾ പറഞ്ഞു, വൈദ്യ സേവനം, ഡോക്ടറുടെ സേവനം, അതൊരു ഉപഭോഗമാണ്, അല്ലെ? അതുപോലെ ഫ്രിഡ്ജ്, TV, ഇതെല്ലാം നമുക്ക് എന്താണ്, ഉപഭോഗ വസ്തുക്കൾക്ക്, കൺസ്യൂമർ ഗുഡ്സിന്റെ ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ തന്നെ ഉപഭോഗ വസ്തുക്കൾ ഈടുള്ളതും ഈടില്ലാത്തതുമാകാം. അതായത് ദീർഘകാലം നിലനിൽക്കുന്നതോ അല്ലാത്തതോ ആകാം. ഈടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ദീർഘകാലം നിലനിൽക്കുന്നതോ ഇല്ലാത്തതൊക്കെ ആകാം. അപ്പൊ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്, ഡ്യൂറബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഈടുള്ളതെന്ന് പറയും. കാറ്, സ്കൂട്ടർ, TV, കമ്പ്യൂട്ടർ, എല്ലാം എന്താണ്,
ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ്. അതുപോലെ കുറഞ്ഞ കാലയളവിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈടില്ലാത്ത നോൺ ഡ്യൂറബിൾ എന്ന് പറയും. എന്താണ്? പാല്, മുട്ട, പച്ചക്കറി, പേന, പെൻസില്, സോപ്പ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. രണ്ടാമത്തെയാണ് മൂലധന വസ്തുക്കൾ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും. മൂലധന വസ്തുക്കൾ എന്താണ്? മൂലധന വസ്തുക്കൾ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് വീണ്ടും ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളെയാണ് മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം എന്തൊക്കെ പറയാം? യന്ത്ര ഉപകരണങ്ങൾ, ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ട്രക്കുകൾ, വിമാനങ്ങൾ, റോഡുകൾ, തുറമുഖങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? മൂലധന വസ്തുക്കൾക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, താഴെ പറയുന്നവയിൽ മൂലധന വസ്തുക്കൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൂലധന വസ്തുക്കൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസറിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പോൾ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്. യന്ത്രോപകരണങ്ങൾ, ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ട്രക്കുകൾ, വിമാനങ്ങൾ, റോഡുകൾ, തുറമുഖങ്ങളെല്ലാം മൂലധന വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അങ്ങനെ മൂലധന വസ്തുക്കൾക്കുണ്ടാകുന്ന ക്ഷയം, മൂലധന വസ്തുക്കൾക്ക് എന്തുണ്ടാവും? ക്ഷയം ഉണ്ടാവും. ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? തേയ്മാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ഷയത്തിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പൊ മൂലധന വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്? തേയ്മാനം സംഭവിക്കും. അപ്പൊ റോഡിൽ കൂടെ സ്ഥിരം വണ്ടികൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? റോഡ് ഇടിയും അല്ലെ. അപ്പൊ എന്നും ഒരുപോലെ നിലനിൽക്കുന്നതല്ല. അപ്പൊ എല്ലാ സാധനങ്ങളും ഈ മൂലധന വസ്തുക്കൾക്കെല്ലാം എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ തേയ്മാനം സംഭവിച്ച മൂലധന വസ്തുക്കളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും അവ മാറ്റി സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ആണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് കയറി അങ്ങ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം മനസ്സിലാക്കി വന്നാലേ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ എക്കണോമിക്സ് ഒക്കെ മെയിൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് പാടായിരിക്കും. അപ്പൊ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ക്ഷയത്തിന് എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ തേയ്മാനം സംഭവിച്ചിട്ടുള്ള മൂലധന വസ്തുക്കളുടെ കേടുപാടുകളൊക്കെ തീർക്കുന്നതിനും അവ മാറ്റി സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ദേശീയ വരുമാനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കാനും വിലയിരുത്താനും എന്ത് സഹായിക്കുന്നുണ്ട്? ദേശീയ വരുമാനം സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് പഠിച്ചു അല്ലെ. ഉൽപ്പന്നങ്ങൾ നമുക്ക് അന്തിമ ഉൽപ്പന്നങ്ങളെന്നും മധ്യമ ഉൽപ്പന്നങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കുക. എന്താണ് ഫൈനൽ ഗുഡ്സ് എന്നും എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതേപോലെ അന്തിമ ഉൽപ്പന്നങ്ങളെ ഉപഭോഗ വസ്തുക്കളെന്നും അതേപോലെ മൂലധന വസ്തുക്കളെന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ മൂലധന വസ്തുക്കൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ശേഖരങ്ങളും പ്രവാഹങ്ങളും എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. എന്താണ് ശേഖരങ്ങളും പ്രവാഹങ്ങളും അല്ലെങ്കിൽ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്ന് പറയും. സ്റ്റോക്സ് അല്ലെങ്കിൽ ഫ്ലോസ് മാറ്റം വരുന്ന എന്തിനേയും ചരം എന്ന് പറയും. മാറ്റം വരുന്ന എന്തിനേയും ചരം എന്നാണ് വിളിക്കുന്നത്. ചരങ്ങളെ അളക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശേഖരങ്ങളെന്നും പ്രവാഹങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കും. നമ്മുടെ എക്കണോമിക്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണത്. അത് നമുക്ക് ശേഖരം എന്താണ്, പ്രവാഹം എന്താണ്, ഉദാഹരണത്തിലൂടെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനെയാണ് ശേഖരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥിര ആശയമാണ്, അല്ലെങ്കിൽ അതിന് സമയപരിധി ഇല്ലാത്ത ഒരു സ്ഥിര ആശയമാണ് ശേഖരം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പണത്തിന്റെ പ്രധാനം, അതേപോലെ ബാങ്ക് നിക്ഷേപം, നമ്മുടെ ബാങ്കിൽ ഉണ്ടാക്കുന്ന നിക്ഷേപം, അതുപോലെ ഭക്ഷ്യധാന്യ ശേഖരങ്ങൾ, വിദേശ നാണയ കരുതൽ ശേഖരം. നമ്മൾ എല്ലാ രാജ്യത്തും എന്തുണ്ട്? വിദേശ നാണയങ്ങളുടെ കരുതൽ ശേഖരങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ ശേഖരത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ് എന്ത്? ശേഖരം അല്ലെങ്കിൽ സ്റ്റോക്ക്. പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രവാഹം എന്ന് പറയുന്നത്. അതൊരു ഡൈനാമിക് കൺസെപ്റ്റാണ്, ചലനാത്മകമായിട്ടുള്ളൊരു ആശയമാണ്. അതിന് സമയപരിധിയുണ്ട്. ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാഷണൽ ഇൻകം, അതുപോലെ വിദേശത്ത് നിന്ന് അയക്കുന്ന പണം, കയറ്റുമതി, ഇറക്കുമതി, വായ്പകൾ, മൂലധന സ്വരൂപണം, ഉപഭോഗം, ചെലവ്, ഇതെല്ലാം എന്തിനു ഉദാഹരണമായിട്ട് പറയാം? പ്രവാഹത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ മറ്റൊരു കൺസെപ്റ്റാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ശേഖരമാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കണം. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും ആ വർഷം തന്നെ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, വിൽക്കാൻ പറ്റണമെന്നില്ല അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥാപനം ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ കൈമാറുന്ന വിൽക്കാൻ കഴിയാത്ത
പൂർണ്ണ ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഭാഗികമായിട്ട് പൂർത്തിയാക്കിയ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, ഇവിടെ എല്ലാം ശേഖരത്തെ, സ്റ്റോക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിനെ എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സ്റ്റോക്ക് ശേഖരമാണോ പ്രവാഹമാണോ, എങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇൻവെന്ററി ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പം ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ആ ഒരു വർഷം തന്നെ വിൽക്കണമെന്നില്ല. അപ്പം ആ ഒരു സ്ഥാപനം ഒരു വർഷത്തിന് അടുത്ത വർഷത്തിലോട്ട് പോകുമ്പം കൈമാറുന്ന വിൽക്കാൻ കഴിയാത്ത പൂർണ്ണ ഉൽപ്പന്നങ്ങളെയും ഭാഗികമായിട്ട് പൂർത്തിയാക്കിയ ഉൽപ്പന്നങ്ങളെയും അസംസ്കൃത വസ്തുക്കളെയും തുടങ്ങി എല്ലാവരുടെയും ശേഖരത്തെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ നമുക്ക് എന്ത് പറയാം, ഇൻവെന്ററി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു ശേഖരചരമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര മനസ്സിലല്ലോ, ശേഖരം, പ്രവാഹം, ഇൻവെന്ററി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊത്തം നിക്ഷേപം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താ നോക്കാം, മൊത്തം നിക്ഷേപം അല്ലെങ്കിൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂലധന വസ്തുക്കൾ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് മൊത്ത നിക്ഷേപം എന്ന് പറയുന്നത്. മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂലധന വസ്തുക്കൾ, എന്താണ് മൂലധന വസ്തുക്കൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പം മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂലധന വസ്തുക്കൾ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഉപകരണങ്ങൾ, നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു യന്ത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപകരണങ്ങൾ, അതുപോലെ യന്ത്രങ്ങൾ വരും. അതുപോലെ നമ്മുടെ റോഡുകൾ, റെയിൽവേ, എയർപോർട്ട്, പാലങ്ങൾ, അണക്കെട്ട്, വാഹനം, കെട്ടിടം തുടങ്ങിയവയെല്ലാം എന്തിന് ഉദാഹരണമായിട്ട് പറയാം, നമുക്ക് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ നമ്മൾ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം മറ്റൊരു കാര്യമാണ് അറ്റ നിക്ഷേപം, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നാഷണൽ ഇൻകം കാണാനും മറ്റുമൊക്കെ നമുക്ക് എന്താ പറ്റത്തുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നാഷണൽ ഇൻകം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അറ്റ നിക്ഷേപം അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിലവിലുള്ള മൂലധന ശേഖരത്തോട് പുതുതായിട്ട് കൂടിച്ചേർത്ത മൂലധന വസ്തുക്കളുടെ അളവിനെയാണ് അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിലവിലുള്ള മൂലധന ശേഖരത്തോട് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത മൂലധന വസ്തുക്കളുടെ അളവിനെയാണ് അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അറ്റ നിക്ഷേപം നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ മൊത്തം നിക്ഷേപം ബൈ തേയ്മാനം. മൊത്തം നിക്ഷേപം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ, തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റ നിക്ഷേപം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൊത്തം നിക്ഷേപം എന്താണെന്ന് മനസ്സിലായി, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂലധന വസ്തുക്കൾ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത്. ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, അണക്കെട്ട്, എയർപോർട്ട്, ഇതെല്ലാം എന്താണ്, മൊത്ത നിക്ഷേപത്തിന് ഉദാഹരണമാണ്. മൊത്ത നിക്ഷേപം കഴിഞ്ഞാൽ അറ്റ നിക്ഷേപം, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിലവിലുള്ള മൂലധന ശേഖരത്തോട് പുതുതായിട്ട് കൂട്ടിച്ചേർന്ന മൂലധന വസ്തുക്കളുടെ അളവിനെയാണ് അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്. അറ്റ നിക്ഷേപം അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൊത്ത നിക്ഷേപത്തിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ നിക്ഷേപം അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നികുതിയിലേക്ക് പോവുകയാണ്. നികുതി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യം. ആ നികുതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് നികുതികൾ, ഏതൊക്കെ നികുതികളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങളോട് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം നികുതികളെ നമ്മൾ പ്രധാനമായിട്ടും പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് പ്രത്യക്ഷ നികുതി? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്, വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ വരുമാനത്തിന്റെയോ ലാഭത്തിന്റെയോ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് ഈടാക്കുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരാളുടെ വരുമാന നികുതി, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുമാന നികുതി കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ നല്ല സമ്പത്തുള്ളവരൊക്കെ എന്തുണ്ട്, അവര് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, അവരുടെ പ്രോഫിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അവർ നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഗവൺമെന്റ് നേരിട്ടാണ് അത് പിരിക്കുന്നത്. അപ്പം വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ വരുമാനത്തിന്റെയോ ലാഭത്തിന്റെയോ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് ഈടാക്കുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ചോദിക്കാം. എന്തൊക്കെയാണ്? വരുമാന നികുതി, നമ്മൾ പറഞ്ഞു ഒരാളുടെ വരുമാനം അല്ലേ, ഒരുപാട് വരുമാനത്തിനനുസരിച്ച് അയാൾ നികുതി കൊടുക്കുന്നെങ്കിൽ വരുമാന നികുതി. അതുപോലെ കോർപ്പറേറ്റ് നികുതി, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന നികുതി. അതുപോലെ സ്വത്ത് നികുതി, ഒരുപാട് സ്വത്തിൽ നിന്നും കൊടുക്കുന്ന അംബാനിക്ക് എന്തോരം ലക്ഷങ്ങൾ കോടികളൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് നികുതി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും സ്വത്ത് നികുതി. ഇനി പരോക്ഷ നികുതിയുണ്ട്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ സേവനങ്ങളുടെ മേൽ ഉണ്ടാകുന്ന നികുതിയാണ്. നമുക്കറിയാലോ പരോക്ഷ നികുതി, സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉപഭോഗത്തിൽ നിന്നുകൊണ്ട് സർക്കാർ ഈടാക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നികുതി അടയ്ക്കേണ്ടി വരും. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നികുതി അടച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ സേവനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഉദാഹരണം GST,
അല്ലെ? നമുക്കറിയാം എക്സൈസ് നികുതിയുണ്ട്, എക്സൈസ് തീരുവയുണ്ട്, അതുപോലെ കസ്റ്റംസ് തീരുവയുണ്ട്. ഇതെല്ലാം എന്തൊരു ഉദാഹരണമാണ്? പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. GST, അതുപോലെ എക്സൈസ് തീരുവ, കസ്റ്റംസ് തീരുവ എല്ലാം എന്തിനു ഉദാഹരണമായിട്ട് പറയാം? അതായത് ഈ കസ്റ്റംസ് തീരുവ ഒക്കെ നമുക്കറിയാം, കസ്റ്റംസുകാർ ഈടാക്കുന്ന നികുതിയൊക്കെ ഇങ്ങോട്ട് പിന്നെ നമ്മൾ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈടാക്കുന്ന നികുതികളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷ നികുതിയുടെ ഭാരം നികുതി അടയ്ക്കുന്ന അല്ലെങ്കിൽ നികുതി ബാധ്യതയുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ സ്ഥാപനമോ നേരിട്ടാണ് അനുഭവിക്കുന്നത് അല്ലേ? എന്നാൽ പരോക്ഷ നികുതിയുടെ ഭാരം എങ്ങനെയാണ്? ഉപഭോക്താക്കൾ വ്യാപകമായിട്ട് അനുഭവപ്പെടുന്നത് അല്ലേ? നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വരുമാനം ഇല്ല, നമുക്ക് വരുമാനം കുറവുള്ള ആളാണ്, അപ്പൊ നമുക്ക് നികുതി അടക്കേണ്ട കാര്യമില്ല അല്ലെ? പക്ഷെ നമ്മളൊരു സാധനമോ സേവനമോ വല്ല മേവുകയാണെങ്കിൽ എന്തുണ്ട്? അതിന് നികുതിയുണ്ട്. അപ്പം പ്രത്യക്ഷ നികുതിയുടെ ഭാരം നികുതി ബാധ്യതയുള്ള വ്യക്തി മാത്രം അല്ലെങ്കിൽ ആ സ്ഥാപനം മാത്രം നേരിട്ട് അനുഭവിച്ചാൽ മതിയെങ്കിൽ പരോക്ഷ നികുതിയുടെ ഭാരം നമ്മൾ എല്ലാവരും എന്തുണ്ട്? അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യക്ഷ നികുതി എന്താണ്, പരോക്ഷ നികുതി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അറ്റ പരോക്ഷ നികുതികൾ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവം ഉണ്ട്. അതെന്താ നോക്കാം. അറ്റ പരോക്ഷ നികുതികൾ: ഇറക്കുമതി തീരുവ, കയറ്റുമതി തീരുവ, എക്സൈസ് തീരുവ, വിൽപ്പന നികുതി, GST തുടങ്ങിയ പരോക്ഷ നികുതികൾ. നമ്മൾ പറഞ്ഞ പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാണ് ഇറക്കുമതി, അതുപോലെ കയറ്റുമതി തീരുവ, എക്സൈസ് തീരുവ, അതേപോലെ നമ്മൾ കസ്റ്റംസ് ആയിട്ട് പറയില്ല, കസ്റ്റംസ് നികുതി, അതുപോലെ തന്നെ GST തുടങ്ങിയ പരോക്ഷ നികുതികൾ ഉൽപാദകർ സർക്കാരിലേക്ക് അടക്കേണ്ടതുണ്ട്. നമുക്കറിയില്ല, ഉൽപാദകരാണ് എന്ത് ചെയ്യേണ്ടത്? സർക്കാരിലേക്ക് അടക്കേണ്ടത്. അങ്ങനെ അടയ്ക്കേണ്ടതുള്ളത് കൊണ്ട് അവ ഉൽപാദന ചെലവിന്റെ ഭാഗമാകുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഉൽപാദന ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൊടുക്കണമല്ലോ, ഉൽപ്പാദിപ്പിക്കുന്നവർ ഇത്തരം ടാക്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു സ്വാഭാവികമായിട്ടും. അങ്ങനെ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതോടെ സാധനങ്ങളുടെ വിലയും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പരോക്ഷ നികുതികൾ വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയും വർദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പൊ ഒരു പാക്കറ്റ് മിക്സർ വാങ്ങുവാണെങ്കിൽ ഇല്ലേ, അതിനകത്ത് അതിന്റെ ടാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ആ വില ഉണ്ടാക്കുന്നത്. അപ്പം ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പൊ എന്ത് സാധനം വാങ്ങിയാലും, ഇപ്പൊ എല്ലാ കാര്യങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? ഓരോ രാജ്യത്തും അവരുടേതായ ടാക്സ് സിസ്റ്റം ഉണ്ട്. ആ ടാക്സ് അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓരോ പ്രോഡക്റ്റിനും അവർ ടാക്സ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഓരോ രാജ്യത്തും ഓരോ സാധനങ്ങൾക്കും ഓരോ ടാക്സ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നുണ്ട്? ഓരോ സാധനത്തിനും വില വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഓരോ സാധനങ്ങൾക്കും വില കൂടുന്നത്. പെട്രോളിനാണെങ്കിലും ഡീസലാണെങ്കിലും എന്തുണ്ടായാലും എന്ത് കൂടുന്നത്? വില ഇങ്ങനെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് അത് മനസ്സിലായി. അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത് എന്താണ്? ഇറക്കുമതി തീരുവ, കയറ്റുമതി തീരുവ, എക്സൈസ് തീരുവ, വിൽപ്പന നികുതി, GST തുടങ്ങിയ പരോക്ഷ നികുതികൾ ഉൽപാദകർ സർക്കാരിലേക്ക് അടക്കേണ്ടതുള്ളത് കൊണ്ട് അവ ഉൽപാദന ചെലവിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് ഉൽപാദന ചെലവ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതോടെ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നു. അങ്ങനെ പരോക്ഷ നികുതികൾ എന്ത് ഉണ്ടാകുന്നു? വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ സേവനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കുന്നു. ഇതിനാണ് അറ്റ പരോക്ഷ നികുതിയായ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. സബ്സിഡി എന്താണെന്നും നമുക്കറിയാം. സബ്സിഡി നമുക്ക് മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് സബ്സിഡി കിട്ടാറുണ്ട് അല്ലേ? ഗവൺമെന്റ് ചില ഉൽപാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ എന്തു നൽകുന്നുണ്ട്? സബ്സിഡികൾ അല്ലെങ്കിൽ ഗ്രാന്റുകളൊക്കെ നൽകാറുണ്ട്. സബ്സിഡികൾ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും അതുവഴി സാധനങ്ങളുടെ സേവനങ്ങളുടെ വില കുറയുന്നതിനും കാരണമാകാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? സാധനങ്ങളുടെ സേവനങ്ങളൊക്കെ വില കുറയുവാണെന്ന് നമുക്കറിയാം. സബ്സിഡി കിട്ടുക എന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടുക എന്നുള്ളതാണ് നമുക്കറിയാം. അപ്പം നമുക്ക് അറ്റ പരോക്ഷ നികുതികൾ എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ, ഈ പരോക്ഷ നികുതിയിൽ നിന്നും സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ പരോക്ഷ നികുതി കിട്ടും, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളവിടെ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? പരോക്ഷ നികുതിയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? സബ്സിഡി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ പരോക്ഷ നികുതി കിട്ടും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്ന ആ ഒരു വലിയ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദേശീയ വരുമാനം അളക്കാൻ പ്രധാനമായിട്ട് 3 രീതികളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇൻവെന്ററി പഠിച്ചു, ഉൽപ്പന്നങ്ങൾ എന്താണ്, ഉപഭോഗ വസ്തുക്കൾ എന്താണ്, ശേഖരം എന്താണ്, പ്രവാഹം എന്താണ്, അതേപോലെ മൊത്ത നിക്ഷേപം എന്താണ്, അറ്റ നിക്ഷേപം എന്താണ്, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതുപോലെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അറ്റ പരോക്ഷ നികുതികൾ, സബ്സിഡികൾ എന്താണെന്നെല്ലാം പഠിച്ചു. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കുന്നത് ദേശീയ വരുമാനം നമുക്ക് 3 രീതിയിൽ അളക്കാം. ഒന്നാണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി, പ്രോഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. 2 ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേശീയ വരുമാനം നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ വരുമാനം അളക്കുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി, പ്രോഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, അതേപോലെ ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്. എങ്ങനെയാണ് ഉൽപ്പന്ന രീതിയിൽ അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതിയിൽ ദേശീയ വരുമാനം അളക്കുന്നത് നോക്കാം.
ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ആ രാജ്യത്തെ എല്ലാ ഉൽപാദക യൂണിറ്റുകളും നൽകുന്ന സംഭാവനകളെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനത്തെ കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സേവനങ്ങളുടെയും ആകെ മൂല്യം കണക്കാക്കിക്കൊണ്ടാണ് ഉൽപ്പന്ന രീതിയിലൂടെ നമ്മൾ എന്ത് കാണുന്നത്, നാഷണൽ ഇൻകം കാണുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം നമ്മൾ അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ആ രാജ്യത്തെ എല്ലാ ഉൽപ്പാദക യൂണിറ്റുകളും നൽകുന്ന സംഭാവനകളെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനത്തെ കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൽപ്പന്ന രീതിയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കണം. നമുക്കറിയാം പ്രാഥമിക അതുപോലെ തന്നെ മേഖലകളുണ്ട്, ദ്വിതീയ മേഖലകൾ, തൃതീയ മേഖലകളിലകത്ത് ഏതെല്ലാം വരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കുന്നുണ്ട്. കൂട്ടിച്ചേർത്ത അറ്റമൂല്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉൽപ്പന്ന മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് ഉൽപ്പന്ന മൂല്യം എന്ന് പറയുന്നത്. നിലവിലുള്ള കമ്പോള വിലയെ അടിസ്ഥാനമാക്കിയാണ് എന്ത് കണക്കാക്കുന്നത്, ഉൽപ്പന്ന മൂല്യം കണക്കാക്കുന്നത്. അപ്പം ഈ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉൽപ്പന്ന മൂല്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അന്തരാള ഉപഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ അന്തരാള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെയാണ് അന്തരാള ഉപഭോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കർഷകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, അന്തരാള ഉപഭോഗം എന്ന് പറയാം. അതേപോലെ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം, അപ്പം അതിന് നമുക്ക് തേയ്മാനം എന്ന് പറയാം. തേയ്മാനം കൊണ്ടാണ് സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം മൂലം തേയ്മാനം സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഉൽപ്പന്ന രീതിയിൽ അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതിയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ കണക്കാക്കപ്പെടുന്നുണ്ട്, കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കപ്പെടുന്നുണ്ട്, അതേപോലെ അന്തരാള ഉപഭോഗവും സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം. വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനവും ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ഉൽപ്പന്ന രീതി നമ്മൾ നോക്കി, അതുപോലെ ഇനി ചെലവ് രീതി നോക്കണം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് നോക്കാനുണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റ്, ബാഹ്യമേഖല എന്നിവയ്ക്കുണ്ടാകുന്ന അന്തിമ ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ദേശീയ വരുമാനം കാണുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കുടുംബങ്ങളും, സ്ഥാപനങ്ങളും, ഗവൺമെന്റും, ബാഹ്യമേഖലയൊക്കെ അവർ എല്ലാവർക്കും ഉണ്ടാകുന്ന അന്തിമ ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ദേശീയ വരുമാനം കാണുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ചെലവാണല്ലോ അതിനകത്ത് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാം. ഔട്ട്ലൈൻ മെത്തേഡ് എന്നും ഈ ഒരു ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ വരുമാന രീതിയുണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് വേതനം, വേജ് ഉണ്ട് അല്ലേ, W എന്ന് പറയും, പാട്ടം, റെന്റ്, അതുപോലെ പലിശ, ഇൻട്രസ്റ്റ്, ലാഭം, പ്രോഫിറ്റ്. അപ്പൊ ഈ രൂപങ്ങളിലൊക്കെ ലഭിക്കുന്ന വരുമാനങ്ങൾ കൂട്ടിയിട്ടാണ് ഇങ്ങനെ GDP കണക്കാക്കുന്നത്. വരുമാന രീതിയിൽ GDP കണക്കാക്കുന്നത്. അപ്പൊ വരുമാന രീതിയിൽ GDP കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, GDP ഈസ് ഈക്വൽ ടു അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി, വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഓക്കെ ആണല്ലോ. വരുമാന രീതിയിൽ GDP ആണ്, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. വേജ്, അതുപോലെ റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതുപോലെ ഘടക ചെലവ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫാക്ടർ കോസ്റ്റ്. ഘടക ചെലവ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപ്പാദന ഘടകങ്ങൾക്കുണ്ടാകുന്ന ചെലവിനെയാണ് ഘടക ചെലവ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള നികുതി എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഘടക ചെലവിന്റെ GDP ആണ് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവെന്നും ആ ഘടക ചെലവിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ബേസിക് പ്രൈസ്, അടിസ്ഥാന വില എന്താണെന്ന് മനസ്സിലാക്കണം. ഉൽപ്പന്നത്തിന്റെ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ വാങ്ങുന്നയാളിൽ നിന്ന് ഉൽപ്പാദകൻ പ്രതീക്ഷിക്കുന്ന തുകയാണ് അടിസ്ഥാന വില എന്ന് പറയുന്നത്. അടിസ്ഥാന വില എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ഘടക ചെലവ് പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് സബ്സിഡി. അപ്പൊ ഇതൊന്നും നമുക്ക് വരണമെന്നില്ല, എന്നാലും മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാന വില എന്ന് പറയുന്നത്, ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ വാങ്ങുന്നയാളിൽ നിന്ന് ഉൽപ്പാദകൻ പ്രതീക്ഷിക്കുന്ന തുകയാണ്. അപ്പോൾ അടിസ്ഥാന വില എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഘടക ചെലവിന്റെ കൂടെ ഉൽപ്പന്ന നികുതി കൂട്ടുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, സബ്സിഡി കുറയ്ക്കുക. ഉൽപ്പാദന നികുതികൾക്ക് ഉദാഹരണം നമുക്കറിയാം, ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ എന്താണ് ഉൽപ്പാദന നികുതികൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. വേണമെങ്കിൽ ചോദിക്കാം, ഉൽപ്പാദന നികുതികൾക്ക് ഉദാഹരണം ഏതെന്ന് വെച്ചാൽ ഭൂനികുതി വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് എല്ലാം എന്താണ് ഉൽപ്പാദന നികുതികൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. അതേപോലെ ഉൽപ്പാദക സബ്സിഡികൾ
ആർക്കാണ് കൊടുക്കുന്നത്? ചെറുകിട വ്യവസായങ്ങൾക്കോ അതുപോലെ കർഷകർക്കൊക്കെയാണ് നമുക്കറിയാം ഉൽപ്പാദക സബ്സിഡികൾ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കമ്പോള വില. നമ്മൾ അടിസ്ഥാന വില പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട് കമ്പോള വില, മാർക്കറ്റ് പ്രൈസ്. ഒരു ഉൽപ്പന്നം കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന വിലയാണ് കമ്പോള വിലയെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ GDP എന്ന് പറഞ്ഞ വലിയ ഒരു വലിയ ചാപ്റ്റർ ആണല്ലേ GDP കുറിച്ച് പഠിക്കേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. കമ്പോള വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നം കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന വിലയാണ് കമ്പോള വില, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കമ്പോള വില നമുക്ക് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ അടിസ്ഥാന വില പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് സബ്സിഡി. അടിസ്ഥാന വിലയും ഉൽപ്പന്ന നികുതിയുടെ കൂട്ടിയിട്ട് സബ്സിഡി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പോള വില കിട്ടും. അതുപോലെ ഉൽപ്പന്ന നികുതികൾക്ക് ഉദാഹരണങ്ങൾ എക്സൈസ് നികുതി, സേവന നികുതി, അതുപോലെ കയറ്റുമതി തീരുവ, ഇറക്കുമതി തീരുവയൊക്കെ എന്തൊരു ഉദാഹരണമാണ്? ഉൽപ്പന്ന നികുതികൾക്ക് ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ ഉൽപ്പാദന നികുതികൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ സേവന നികുതി, കയറ്റുമതി തീരുവ, ഇറക്കുമതി തീരുവയൊക്കെ എന്താണ്? ഉൽപ്പന്ന നികുതികൾക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു GDP എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDPക്കകത്ത് വരുന്നത് മൊത്തം GNP ഉണ്ട്, മൊത്തം ദേശീയ ഉൽപ്പന്നം, അറ്റ ദേശീയ ഉൽപ്പന്നം NNP, അതുപോലെ NDP, പിന്നെ ആളോഹരി വരുമാനം, വ്യക്തിഗത വരുമാനം തുടങ്ങി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വ്യക്തമായിട്ട് പഠിക്കാം.